ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വന്നതാണ് അന്നുവിൻ്റെ ആയുൻ്റെ കൂടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് കാണിച്ചു തരാം. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൈഡ് എഗ്സ്, ബേക്കൺ. എൻ്റെ ഇതിൽ പോർക്ക്, ഞാൻ പോർക്ക് കഴിക്കില്ല, സാധാരണ പോർക്ക് സോസേജ് ഇല്ല, ബേക്കണും മഷ്റൂമും ഒക്കെയാണ്. ഉണ്ണിയുടെ ഇതിൽ ഹായ് ഗൈസ്. Look at our prince and princess here. ഞങ്ങള് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ഇനി എന്താണെന്ന് കഴിഞ്ഞ് കാണാം. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബിവെയർ ഓഫ് ഫാളിങ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല, അറിഞ്ചും പറഞ്ഞും അത് വീഴുകയും ചെയ്യും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാനായിട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയതേ, ഈ ഒരുപാട് റൂൾസിൽ ജീവിക്കുന്നത് ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നമ്മളിവിടെ ആണെങ്കിലും എല്ലാം അവർക്ക് എല്ലാത്തിനും ഓരോ റൂൾസുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കൺട്രിയിൽ നമ്മൾ എത്ര ഫ്രീ ആണെന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോഴാണ് നമ്മൾ ആ ഇന്ത്യയുടെ ബ്യൂട്ടി എന്താണെന്ന് അറിയുന്നത്. ഇതിങ്ങനെ ഇതുവഴിയൊക്കെ നടക്കാനായിട്ട് എന്ത് രസമാണെന്നറിയോ. നമ്മൾ ശരിക്കും ഇന്ന് നമ്മൾ യൂണിവേഴ്സലിൽ പോകാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ യൂണിവേഴ്സൽ ഇസ് ജസ്റ്റ് ആൻ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ അവിടെ ഒത്തിരി റൈഡ്സിനൊക്കെ ഒത്തിരി ക്രേസ് ഉള്ളവർക്ക് അത് ഭയങ്കര സൂപ്പർ സ്ഥലമാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഞങ്ങൾക്ക് അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ 1-2 സ്ട്രീറ്റ്സ് ഉണ്ട്. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ അത് ഒന്ന് പോയി കാണും. ഇവിടെ എനിക്കറിയില്ലായിരുന്നു ലിറ്റിൽ കൊറിയ ഉണ്ടെന്നുള്ളത്. നമുക്ക് ലിറ്റിൽ ഇന്ത്യ ഉണ്ട്, ചൈന ടൗൺ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ലിറ്റിൽ കൊറിയ ഉള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ യൂണിവേഴ്സൽ പ്ലാൻ ക്യാൻസൽ ചെയ്തു. നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഓൾറെഡി നമുക്ക് റെയിനിങ് ആണെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ഉള്ള കാരണം നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തില്ല. ഇന്ന് എന്തായാലും ഉച്ച കഴിഞ്ഞ് മഴയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫുൾ ഡേ നമ്മളവിടെ യൂണിവേഴ്സലിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങളിങ്ങനെ ഓൾറെഡി ഒരു ഡൗട്ടിലായിരുന്നു പോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോഴാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ലിറ്റിൽ കൊറിയ നമ്മൾ കവർ ചെയ്തിട്ടില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ എന്നാൽ പിന്നെ യൂണിവേഴ്സൽ വേണ്ട, നമുക്ക് നമ്മുടെ വണ്ടർലേ ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ അങ്ങനെയല്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വർത്ത് ഇങ്ങനെയുള്ള കൾച്ചറൽ പ്ലേസസ് കാണാനായിരിക്കും കുറച്ചും കൂടെ വർത്ത് എന്ന് എനിക്ക് തോന്നി. സോ അത് കാരണം ഞങ്ങൾ ഉണ്ണിക്കും ഈ റൈഡ്സിനോടൊന്നുമല്ല, കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം. അപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എന്നാൽ പിന്നെ നമുക്ക് ലിറ്റിൽ കൊറിയ പോകാം. വേറെ 1-2 സ്ട്രീറ്റും കൂടെ ഉണ്ട് നമ്മൾ കവർ ചെയ്യാത്തത്. അതുകൂടെ ആയി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള സ്ട്രീറ്റ്സും കൾച്ചറൽ പ്ലേസസൊക്കെ ഏകദേശം നമ്മുടെ ഇത് കവേർഡ് ആകും. നാളെ ഒരു ദിവസം കൂടെ നമുക്കുള്ളൂ, മറ്റന്നാൾ നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ ഇനി ലിറ്റിൽ കൊറിയയിൽ ചെന്ന് കാണാം. ഓക്കെ. ഇങ്ങനെ നല്ലൊരു വ്യൂവും കിട്ടും. എന്തടിപൊളിയാന്ന് നോക്കിക്കേ. ഇങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോഴും അവിടെ ഇറങ്ങണം തോന്നുക. അത് ഇവിടെയൊക്കെ ഒന്ന് ഒരു ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ വന്നിറങ്ങിയത് ചൈന ടൗണിലാണ്. പക്ഷേ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉള്ളൊരു കട കണ്ടോ, ഇത് മാനിൻ്റെ കൊമ്പ്. ഇത് താഴെ എന്തിൻ്റെയൊക്കെയോ നഖമോ
അങ്ങനെ എന്തൊക്കെയോ ആണ് ഈ ഇരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ട് ഇച്ചിരി ടെറർ കടയാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ചൈനീസ് മെഡിസിൻ കിട്ടുന്ന കടയാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാണ്, പക്ഷേ കുറച്ച് ടെററായിപ്പോയി. അപ്പം നമ്മൾ ഏകദേശം ആ സ്ഥലം എത്തിയതേ ആ ഒരു ആർക്കിടെക്ചറൊക്കെ കണ്ടോ. ഇത് എനിക്ക് തോന്നുന്നു ചൈനയുടെ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, ഇത് ജാപ്പനീസ് ആയിരിക്കും. കാരണം ഇത് ജാപ്പനീസ് സ്ഥലമാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തൊക്കെ പറഞ്ഞാലും ചൈന ടൗൺ സ്ട്രീറ്റ് മാർക്കറ്റ്. അപ്പോൾ ഇത് ചൈനയുടെ തന്നെയാണ്. കാരണം ഞാൻ ഇവിടെ ഇപ്പം നമ്മൾ നടന്നു വരുമ്പോൾ കൊറിയൻ ജാപ്പനീസ് കാഫേ കണ്ടു. അപ്പം ഞാൻ വെച്ചു ഇനി ഇത് അത് വല്ലതും ആണോ എന്നൊക്കെ. ഉണ്ണി അതിനിടയ്ക്ക് എന്തോ ഐറ്റംസ് കണ്ട് നോക്കാൻ പോയിട്ടുണ്ട്. നമുക്കപ്പോഴത്തേനും ഇത് കാണാം. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം ബാൻഡാന്ന് തോന്നുന്നു വെളിയിൽ. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ ലെറ്റ് സി. അകത്ത് കയറാൻ പറ്റിയാൽ കൊള്ളാമെന്ന്, പക്ഷെ അകത്ത് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക. ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയോ, പക്ഷേ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. സോ അതുപോലെ സ്ലീവ്ലെസ്സും ഷോർട്ട്സും ഇട്ടിട്ട് കയറാൻ പറ്റില്ല. അതിന് നമുക്ക് ഒരു ഇങ്ങനെ പുതപ്പിക്കും നമ്മളെ. ഞങ്ങളിത് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. എന്തോ ചൈനീസ് ടെമ്പിളാണ്. ഇതിൽ ബുദ്ധൻ്റെ കുറേ കാര്യങ്ങൾ, റെലിക്സ് ഓഫ് ബുദ്ധ, അതിങ്ങനെ ഓരോ ഇതായിട്ട് റെലിക്സ് ഫ്രം കിഡ്നി, പിന്നെ എന്തായിരുന്നു റെലിക്സ് ഓഫ് ഹാർട്ട്, റെലിക്സ് ഓഫ് ബ്ലഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടെ, അല്ല ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു സീ. നല്ല, പക്ഷെ അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും പറ്റത്തില്ല, പിന്നെ ഷോർട്ട്സ് ഇട്ട് വരാൻ പറ്റില്ല, സ്ലീവ്ലെസ് പറ്റില്ല. സോ ഇട്ട് വരാം, പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് യു ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് ഒരു 2 ക്ലോത്ത് വരും, മേളിലും താഴെ ഇടാനായിട്ട്. നമ്മൾ മറ്റേ ഗുരുവായൂർ പാൻറ് ഇട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചുരിദാറിട്ട് പോകുമ്പോൾ മറ്റേ മേളിൽ കൂടെ കിട്ടുന്ന പോലെ ഒരു 2 സാധനം തരും, അതേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. നല്ല ഒരു ഭയങ്കര കാം സ്ഥലമാണ്. അതേപോലെ തന്നെ അവർക്ക് മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് മേളിൽ. ഇപ്പം എൻ്റെ ഈ മേളിൽ കാണുന്ന ജനലുകൾ കണ്ടോ, അവിടെയൊക്കെ ആക്ച്വലി മെഡിറ്റേഷൻ സെൻറ്റേഴ്സ്. അവിടെ ഇരുന്നിട്ട് ഇവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അത്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതിനകത്തിലെ വെജിറ്റേറിയൻ ഫുഡാണ്. പിന്നെ അകത്ത് ഞങ്ങൾ മറ്റേ മോദിജിയൊക്കെ വന്ന് ഫോട്ടോ ഇട്ടേക്കുന്ന കണ്ടു. അപ്പോൾ വളരെ ചരിത്ര പ്രശസ്തമായ എന്ത് സ്ഥലമാണെന്ന് തോന്നി. എനിക്കറിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഇനി വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്നറിയുള്ളൂ. ഞങ്ങൾ റാൻഡമായിട്ട് നടന്നു പോകുമ്പോൾ കണ്ടപ്പോൾ കയറിയതാണ്. അതല്ലാണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ചൈനീസ് ഭാഷയൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്നാലും അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് കാര്യമായ എന്താ പറയണ്ടതെന്ന് കൂടി എനിക്കറിയില്ല. ഞാൻ കയറി കണ്ടു, കാണാൻ നല്ല രസമാണ്, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആണ്. അത്രയും മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. ഞാൻ കുറച്ച് ഇതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. കണ്ട, ഇതിങ്ങനെ ഒരു 4 നിലയാണ്. ഏറ്റവും 4th ഫ്ലോർ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫുൾ ഗോൾഡാണ്, ഗോൾഡ് ടൈല് വരെ ഗോൾഡാണ്. അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, നമുക്ക് ഒരു ഗ്ലാസ് ഇട്ട് മൂടിയേക്കുക. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ടൈലിങ്ങനെ ഗോൾഡാണ്. എന്നിട്ട് അത് നമുക്ക് സ്പോൺസർ ചെയ്യാം കേട്ടോ. അതിന് അവർ സ്പോൺസർഷിപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് $1000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടൈല് മറ്റോ സ്പോൺസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൊണേഷൻ, സ്പോൺസർ അല്ല ഡൊണേഷൻ, അതും ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് ഫ്ലോറിലല്ലായിരുന്നോ? കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. 3rd ഫ്ലോറിൽ ഫുൾ ഇങ്ങനെ സാധനങ്ങൾ, ഈ ബുദ്ധൻ്റെ അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളും, അതാ ഞാൻ പറഞ്ഞില്ലേ റെലിക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ആണ്. എന്തായാലും നമ്മളിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ള, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം അത്യാവശ്യം. ഭയങ്കര ചൂടാട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാ, അത് പറയുക തന്നെ വേണമല്ലോ. സിംഗപ്പൂർ വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബി പ്രിപ്പയർഡ് ഫോർ ദിസ്. ഇറ്റ്സ് വെരി ഹോട്ട്, ഹ്യൂമിഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് റെയിൻസ്. ഇതാണ് സിംഗപ്പൂറിൻ്റെ ഒരു സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ.
അൺടിൽ ആൻഡ് അൺലെസ് യു ആർ കമ്മിങ് ഇൻ വിൻ്റർ. വിൻ്ററിൽ പക്ഷേ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതാണ് സ്ഥായി ഭാവം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വന്നത് നമ്മുടെ കൊറിയൻ ലിറ്റിൽ കൊറിയ കാണാനാണല്ലോ. അപ്പോൾ നമുക്ക് ലിറ്റിൽ കൊറിയയിലോട്ട് പോകാൻ അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോട്ടെ. ഓക്കെ ഗൈസ്, നടന്ന് നമ്മൾ കൊറിയ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ലിറ്റിൽ കൊറിയ എന്നാണ് പറയുന്നത്. ഇതിൽ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കൊള്ളാം. ഇങ്ങനെ ഈ ബിൽഡിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിവിടെ ചാരി നിന്നൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. അവസാനം മറ്റേ വെള്ള സിമൻറ്റ് മൊത്തം ദേഹത്ത് പറ്റി വേറെ നല്ല ഫോട്ടോയും കിട്ടിയില്ല. ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഫുഡൊക്കെ കണ്ടിട്ട് ഇത് കൊറിയാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ഭാഷയും നമുക്ക് നല്ല വശമായതുകൊണ്ട് ഇതിപ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നില്ല. കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഇതല്ല ഇനി കൊറിയ എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അല്ലല്ല, കൊറിയൻ ബാർബിക്യൂ. അപ്പോൾ ഇത് തന്നെ. ഓക്കേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്ത് കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തത് തായ് കോക്കനട്ട് വാട്ടറാണ്. അതായത് നമ്മുടെ കരിക്ക് തന്നെ, പക്ഷേ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു കുറേയും കൂടി നമ്മുടെ പനന്നുങ്ങിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇനി ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പവും പഞ്ചസാരയും തേങ്ങാപ്പാലൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ കൂട്ടത്തിലൊരു നല്ല മധുരമുള്ളൊരു മാങ്ങ. നല്ല സ്വീറ്റാണ് കേട്ടോ, നല്ല സ്വീറ്റാണ് ഇത്. ഇതുവരെ ഡെസേർട്ടായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ കരിക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അതെ, അപ്പം നമ്മൾ ലിറ്റിൽ കൊറിയയിൽ കുറച്ച് നേരം ഇരുന്നുള്ളൂ. അവിടെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല, കുറേ ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു വെളിയിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ഓർച്ചർഡ് റോഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അവിടെ നമ്മൾ ബസ്സിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ വന്നേക്കുക. ഇനി നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് കാണാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ സ്നാക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി 7-Eleven നിന്ന് ഒരു ഡോണറ്റൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഒന്ന് എനർജൈസ്ഡ് ആയിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോവാറ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ സ്ഥലം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് കാണാം. ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് ഇത് എന്താ സംഭവം എന്ന്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ ഒരു ഇതിപ്പോൾ ഒരു ബാറാണ്. സൈഡിൽ എനിക്ക് തോന്നുന്നത് വീടുകളാണെന്ന് തോന്നുന്നു, അല്ലേ? ഈ തോന്നുന്നത് വീടുകളാണ്, അല്ലാതെ ഐ ഡോണ്ട് സീ എനിത്തിങ് ഹിയർ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പഴയ ബിൽഡിങ്സാണ്, എല്ലാം പഴയ ബിൽഡിങ്സ്. ഇതൊക്കെ ഫുൾ രണ്ട് സൈഡിലും ബാർസാണ്. പിന്നെ കണ്ട പക്ഷെ നല്ല രസമുള്ളൊരു സ്ഥലം. ഈ കളേഴ്സും ഒക്കെ ആയിട്ടേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടെയൊക്കെ ഫോർ റെന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചൈനീസ് ആണോ എന്താ ഇത്? ഞങ്ങളങ്ങനെ കുറേ നടന്നെത്തിയപ്പോഴും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നല്ല രസം, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാം. കുറേ ആൾക്കാർ അവരുടെ പെറ്റ്സിനെ കൊണ്ടൊക്കെ നടക്കാൻ വരുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ പെറ്റ്സിനെ കൊണ്ട് നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പക്ക റെസിഡൻഷ്യൽ ഒരു ഏരിയ, അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കാണാനില്ല.
പക്ഷേ ആ ബസ്സിൽ പോയപ്പോഴേ ഇതിങ്ങനെ കാണാൻ ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ സ്ട്രീറ്റ്സാണ് കണ്ടത് പൊതുവെ ഇൻ ജനറൽ. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ പറ്റി. പിന്നെ ഇനിയിപ്പോൾ രാത്രിയിൽ നമ്മളൊരു ഹോക്കർ സ്ട്രീറ്റിൽ ഡിന്നറിന് പോകണം എന്നാണ് പ്ലാൻ. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങി അതിന് തൊട്ടടുത്തുള്ളൊരു മോളിൽ കയറി. ഓർച്ചാർഡ് സിറ്റിയോ എന്താ അങ്ങനെ എന്തോ ഈ മോളിൻ്റെ പേര്. ഓർച്ചാർഡ് അവന്യൂ. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ തിരക്ക് നോക്കിയേ, എന്തൊരു തിരക്കാണെന്നറിയോ. ഇവിടെ ആക്ച്വലി ഒരു ടീ ഷോപ്പുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അതിന് എന്താ ഇത്ര പ്രത്യേകത എന്ന്. ബട്ട് അതിൽ ഭയങ്കര ക്യൂ നിന്നാണ് ആൾക്കാരത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത്രയും ക്ഷമയെ എനിക്കില്ലാത്ത കൊണ്ട് ഞങ്ങൾ അവിടെ ക്യൂ നിന്നില്ല. എന്തോ പ്രീ ഓർഡറൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്ത് വാങ്ങുന്ന ടീ ആണത്. നമ്മുടെ നാട്ടിലത് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം, അതായിരിക്കും നല്ലത്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഓർച്ചാർഡ് ഗേറ്റ് വേ അങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ ഇവിടെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിങ്ങനെ ചുമ്മാ എന്തൊക്കെയാണ് ഇവിടെയുള്ള എന്നൊക്കെ ഇങ്ങനെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആ സൈഡിലേക്ക് പോകുന്നുണ്ടോ? അല്ല, അപ്പുറത്ത് പോകണ്ടേ? ടോയ്സ് ഇപ്പം ഇല്ലേ, ഏത് ടോയ് ഷോപ്പിൽ നോക്കിയാലും മറ്റേ ലബൂബുവാണ് ഉള്ളത്. ലബൂബു ഇത് ലബൂബു ആക്ച്വലി നല്ല എക്സ്പെൻസീവാണ്. ഇതതിൻ്റെ എന്താണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വേർഷനാണ്. പക്ഷെ ഞങ്ങൾ ലബൂബുവിൻ്റെ ഷോപ്സ് കണ്ടായിരുന്നു. നല്ല എക്സ്പെൻസീവാണ് ലബൂബു ഇവിടെ. ഞങ്ങളെ ഡോൺ ഡോങ്കി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ അത് ജാപ്പനീസ് ഗ്രോസറി ഷോപ്പ് എന്നാണ്. ഇതുണ്ട് പിങ്ക് കളറിലെ കിറ്റ് കാറ്റ്. അതുപോലെ കിറ്റ് കാറ്റിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെന്താ സ്വീറ്റ് പൊട്ടേറ്റോയുടെ കിറ്റ് കാറ്റ് ഉണ്ട്. അത് എത്ര? ഓക്കെ, മാറിക്കേ. മറ്റേത് അത്ര ഇല്ലായിരുന്നു. ഇതുണ്ടോ സ്വീറ്റ് പൊട്ടേറ്റോയുടെ ഒക്കെ ചോക്ലേറ്റ് കിറ്റ് കാറ്റ് പർപ്പിൾ സ്വീറ്റ് പൊട്ടേറ്റോ, ഇങ്ങനെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കാണാൻ. നമ്മൾ ആ മോളിൽ നിന്ന് ഇറങ്ങി മെട്രോ എടുത്ത് ഇപ്പോൾ റാഫിൾ സെൻറ്റർ അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ലോ പസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോക്കർ സ്ട്രീറ്റാണ് അത്. പക്ഷെ പഴയ ടൈപ്പ് വിൻറ്റേജ് ടൈപ്പാണിത്. ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ആ കാണുന്ന കണ്ടോ, അതാണ് നമ്മൾ പോകാൻ പോകുന്ന ലോ പസാദ്. അപ്പോൾ വേഗം വന്ന് തന്നെ പോവാം, ഓടാം. നല്ല ക്രൗഡഡ് പ്ലേസാണ്. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണെന്നാണ്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ മൈക്സ് അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഹായ്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇനി എന്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്യണം എന്ന് നമുക്ക് പോയി നോക്കണ്ടേ. ഞങ്ങൾ ആക്ച്വലി നല്ല ടയേർഡാണ്. ഇന്നത്തെ ദിവസം ഫുള്ളി നടത്തമായതുകൊണ്ടേ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാനാണ് ഞങ്ങൾ ഈ നോക്കുന്നത്. പക്ഷെ ലെറ്റ്സ് സീ. അവസാനം കുറേ തപ്പി ഞങ്ങളിതേ, ഇതെന്തായിരുന്നു എൻ്റെ പേര്? മീസോട്ടോ. ഉണ്ണി ഇപ്പം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. എങ്ങനെയുണ്ട്? എന്താ ടേസ്റ്റ്? ചിക്കൻ സ്റ്റോക്ക് ഇന്ത്യൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ കുറച്ച് രസം. എനിക്ക് ആ ഒരു മണം കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത് എന്തെങ്കിലുമൊക്കെ നോക്കി പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മോമോസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയി. ഇതിപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ. ഉണ്ണിയുടെ സാധനം വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. കാരണം അത് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. കുറേ സാധനങ്ങളുണ്ട്. എന്തൊക്കെയോ വെജീസുണ്ട്,
ചിക്കനുണ്ട്, കോണുണ്ട്. അതും ഞാനിവിടെ ഒരു മഫിൻസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി മഫിൻസാണ്, അധികം സ്വീറ്റ് അല്ല. അപ്പം നമുക്കിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നിപ്പോവും. നല്ല മഫിൻസാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു 2-3 കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ മിനി മഫിൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം. ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ ലിറ്ററലി ടയേർഡായി. ഇനി അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം നാളെ നമ്മുടെ പ്ലാൻസ് എന്താ? ആയതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ബീച്ചിൽ സൈക്ലിംഗ് അങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്കറിയത്തില്ല, നമുക്ക് അവിടെ പോവാം. അവരും പോയിട്ടില്ല ഇതുവരെ ആ ബീച്ചിലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ പോയി അതൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ പ്ലാൻ. അപ്പോൾ ശരി. അപ്പോൾ ഉണ്ണി എല്ലാവർക്കും ഒരു ബൈ കൊടുക്കൂ. ബൈ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. നാളെ ലാസ്റ്റ് ഡേ ആണ്.